നമസ്കാരം. വാർത്തകൾ ഇതുവരെയിലേക്ക് സ്വാഗതം. വെടിനിർത്തൽ ധാരണ ലംഘിച്ച് ഇന്നലെ രാത്രിയും ഡ്രോണുകൾ അയച്ചതിൽ പാകിസ്ഥാനെ പ്രതിഷേധമറിയിക്കാൻ ഇന്ത്യ. ഡ്രോണുകൾ കണ്ടത് പ്രധാനമന്ത്രി മോദി പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയതിനു പിന്നാലെ അതിർത്തിയിൽ 10 ഇടങ്ങളിലാണ് പാക് ഡ്രോണുകൾ പറന്നെത്തിയത്. അതിർത്തിയിൽ ജാഗ്രത തുടരുന്നു. വെടിനിർത്തൽ സാഹചര്യം നിലനിൽക്കുകയാണെന്ന് സൈന്യം. അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ നിർത്തി ഇൻഡിഗോയും എയർ ഇന്ത്യയും. ഓപ്പറേഷൻ സിന്ദൂർ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായി തരംഗയാത്ര നടത്താൻ BJP. 11 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിക്ക് ഇന്ന് തുടക്കം. മോദി സർക്കാരിന്റെ ദൃഢനിശ്ചയമുള്ള നേതൃത്വവും ഇന്ത്യൻ സേനകളുടെ ആത്മവിശ്വാസവും സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ലക്ഷ്യം. കേരളത്തിൽ നാളെയാണ് തിരംഗയാത്ര. മുതിർന്ന BJP നേതാക്കളും കേന്ദ്രമന്ത്രിമാരും യാത്രയുടെ ഭാഗമാകും. INS വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടി കൊച്ചി നാവികാസ്ഥാനത്തേക്ക് ഫോൺ വിളിച്ച മുജീബ് റഹ്മാനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. നേവൽ ബേസ് അധികൃതരുടെ പരാതിയിൽ കൊച്ചി ഹാർബർ പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. KPCC അധ്യക്ഷനായി ചുമതലയേറ്റ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള പുതിയ KPCC ഭാരവാഹികൾ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഇന്ന് ഡൽഹിയിലെത്തും. UDF കൺവീനർ അടൂർ പ്രകാശും 3 വർക്കിംഗ് പ്രസിഡന്റുമാരും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പങ്കുവയ്ക്കും. മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കില്ലെന്നാണ് സൂചന. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കാണാതായ സംഭവം കവർച്ചാ ശ്രമമെന്ന് സ്ഥിരീകരിച്ചു പോലീസ്. മോഷണ ശ്രമമാണ് നടന്നതെന്ന് എഫ്ഐആറിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. 7-ാം തീയതിക്കും 10-നും ഇടയിലാണ് മോഷണശ്രമം നടന്നത്. കാഡ്മിയം ചേർത്ത സ്വർണ്ണത്തകിടാണ് നഷ്ടമായത്. ഇത് പിന്നീട് ക്ഷേത്ര പരിസരത്ത് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. ഗതാഗത നിയമലംഘനത്തിനുള്ള പിഴ അടയ്ക്കണമെന്ന് വ്യാജ സന്ദേശത്തിലൂടെയും സൈബർ തട്ടിപ്പ്. വാട്സ്ആപ്പ് സന്ദേശത്തിലെ ലിങ്ക് ഓപ്പൺ ചെയ്യുന്നവരുടെ ഫോൺ ഹാക്ക് ചെയ്താണ് തട്ടിപ്പ്. സംസ്ഥാനത്ത് നിരവധി പേർ ഈ വിധം തട്ടിപ്പിനിരയായി എന്നും ജാഗ്രത പാലിക്കണമെന്നും സൈബർ പോലീസ്. ADGP P വിജയന്റെ വ്യാജ ഫേസ്ബുക്ക് പേജ് നിർമ്മിച്ച് 50,000 രൂപ തട്ടിയതായി പരാതി. P വിജയനാണെന്ന് പരിചയപ്പെടുത്തി സൗഹൃദം സ്ഥാപിച്ചായിരുന്നു തട്ടിപ്പ്. CRPF ജോലി ചെയ്യുന്ന സുഹൃത്ത് സ്ഥലം മാറി പോവുകയാണെന്നും 1 ലക്ഷം രൂപ വില വരുന്ന ഗാർഹിക ഉപകരണങ്ങൾ 50,000 രൂപയ്ക്ക് നൽകാമെന്നും വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. തിരുവനന്തപുരം സ്വദേശിയാണ് പരാതിക്കാരൻ. പണം അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തെങ്കിലും പിന്നീട് ഇങ്ങനെ ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അനധികൃത ചെങ്കല്ല് ഖനനം തടഞ്ഞതിന് CPM പ്രാദേശിക നേതൃത്വം പോലീസിനെ തുടർച്ചയായി ഭീഷണിപ്പെടുത്തുന്നതായി പരാതി. എറണാകുളം പിറവം മണിയട് പഞ്ചായത്തിലെ ഏഴക്കരനാട്ടിലാണ് സംഭവം. അനുമതിയില്ലാത്ത ഖനനം നടഞ്ഞതിന് CPM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി രാമമംഗലം CAയോട് ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്ന ഫോൺ സംഭാഷണവും ന്യൂസ് 18 ലഭിച്ചു. തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലയിൽ പ്രതി കേഡൽ ജിൻസൺ രാജയ്ക്കുള്ള ശിക്ഷാവിധിയിൽ വാദം ഇന്ന്. വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് കോടതിക്കാണ് വാദം കേൾക്കുക. പ്രതി കേഡൽ ജിൻസൺ രാജ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെടുമെന്ന് പ്രോസിക്യൂട്ടർ ദിലീപ് സത്യൻ ന്യൂസ് 18നോട് പറഞ്ഞു. നിപ്പ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന യുവതിയുമായി സമ്പർക്കം പുലർത്തിയവരുടെ പട്ടികയിലുള്ള 42 പേരുടെ പരിശോധനാ ഫലവും നെഗറ്റീവ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനാ ഫലമാണ് പുറത്തുവന്നത്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മലപ്പുറം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങലിന്റെ അധ്യക്ഷതയിൽ വളാഞ്ചേരി PHC സെന്ററിൽ യോഗം ചേർന്നു. ദേശീയപാത 66 നിർമ്മാണത്തിനിടെ കാസർഗോഡ് ചെറുവത്തൂർ മട്ടിലായി കുന്നിടിഞ്ഞ സംഭവത്തിൽ ഉദ്യോഗസ്ഥതല അന്വേഷണം തുടങ്ങി. അപകടസ്ഥലം ജില്ലാ കളക്ടർ K ഇമ്പശേഖർ, ജില്ലാ പോലീസ് മേധാവി വിജയഭാരത് റെഡ്ഡി എന്നിവർ സന്ദർശിച്ച് പരിശോധന നടത്തി. ഒരാൾക്ക് ജീവൻ നഷ്ടമായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റിരുന്നു.
കൊല്ലം അലയമൺ കരുകോണിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. ഇന്നലെ 11 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നു. പരിക്കേറ്റവർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കടക്കൽ താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി. തൃത്താലയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച അപകടം. മല റോഡിൽ പെട്രോൾ പമ്പിന് മുൻവശം ഇന്നലെ വൈകുന്നേരത്തോടെയാണ് അപകടമുണ്ടായത്. തൃത്താലയിൽ നിന്ന് വരുന്ന ലോറിയും മല റോഡിൽ നിന്ന് വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇടിയുടെ ആഘാതത്തിൽ കാറിന് ഭാഗികമായി തകർന്നു. നെഹ്റു ട്രോഫി ജലമേള പരമ്പരാഗതമായി നടത്തിപ്പോരുന്ന തീയതിയിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റി ടൂറിസം വകുപ്പിന് നോട്ടീസ് നൽകി. ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയിൽ നിന്ന് മാറ്റി ഓഗസ്റ്റ് 30 സ്ഥിരം തീയതിയായി പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യം. തുടർച്ചയായ പ്രകൃതി ദുരന്തങ്ങളെ തുടർന്ന് മേള മാറ്റിവെക്കുകയും ക്ലബ്ബുകൾക്ക് നഷ്ടപരിഹാര തുക കൃത്യമായി ലഭ്യമാകാതെ വരികയും ചെയ്തതോടെയാണ് പുതിയ ആവശ്യവുമായി NTBR സർക്കാരിനെ സമീപിച്ചത്. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. ഇന്നും നാളെയും യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. കാലവർഷം ഈ മാസം തന്നെ എത്തിച്ചേരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ 51ാം ചീഫ് ജസ്റ്റിസായി സഞ്ജീവ് ഖന്ന ഇന്ന് പടിയിറങ്ങും. ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ പിൻഗാമിയായി കഴിഞ്ഞ നവംബർ 11 ചുമതലയേറ്റ ജസ്റ്റിസ് ഖന്ന തന്റെ 6 മാസത്തെ കാലയളവിൽ ഒട്ടേറെ സുപ്രധാന കേസുകൾ കൈകാര്യം ചെയ്തിരുന്നു. അടുത്ത ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് BR ഗവായ് നാളെ ചുമതലയേൽക്കും. ആരാധനാ സ്ഥലത്തെത്തിയ വഖഫ് ഭേദഗതി നിയമം തുടങ്ങിയവ ചോദ്യം ചെയ്യുന്ന ഹർജികൾ ജസ്റ്റിസ് ഖന്നയുടെ ബെഞ്ചിന് മുന്നിലായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് സൗദി കിരീടാവകാശിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നാളെ ഗൾഫ് ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും. വാർത്തകൾ ഇതുവരെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.